വിദ്വേഷ പരാമർശത്തിൽ അറസ്റ്റിലായ ടി.ജി. മോഹൻദാസിനെ തിരുവനന്തപുരത്ത് കോടതിയിൽ ഹാജരാക്കും. വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അർദ്ധരാത്രിയോടെ ആയിരുന്നു മോഹൻദാസിനെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. ഡൽഹി ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തെക്കുറിച്ചും അതിൽ പങ്കെടുത്ത സ്ത്രീകളെക്കുറിച്ചും യൂട്യൂബ് ചാനലിലൂടെ വിദ്വേഷപരവും അധിക്ഷേപപരവുമായ പരാമർശങ്ങൾ നടത്തിയ കേസിൽ ആണ് നടപടി. കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിൽ വെച്ച് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ പ്രത്യേക സംഘം ആയിരുന്നു കഴിഞ്ഞ ദിവസം ഇയാളെ അറസ്റ്റ് ചെയ്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ ആണ് ചേരുന്നത്. ഡാൻ, കഴിഞ്ഞ ദിവസം ആണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വൈദ്യപരിശോധന ഉൾപ്പെടെയൊക്കെ പൂർത്തിയാക്കിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി കോടതിയിൽ ഹാജരാക്കുക, അതിനുശേഷം എന്തൊക്കെ നടപടികളിലേക്ക് പോലീസ് കടക്കും? പ്രത്യേകിച്ച് ഇങ്ങനെയൊരു വിഷയമായതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള കസ്റ്റഡിയിൽ വാങ്ങുക, അത്തരം പ്രൊസീജിയറിലേക്ക് പോലീസ് പോകാനുള്ള സാധ്യതയുണ്ടോ? വിദ്വേഷ പരാമർശവും സ്ത്രീത്വത്തെ അപമാനിക്കലും അടക്കം 4 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ടി.ജി. മോഹൻദാസിനെതിരെ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 192, 353/1, അതോടൊപ്പം IT ആക്ടിലെ 66, പോലീസ് ആക്ടിലെ 120 തുടങ്ങിയ വകുപ്പുകളാണ് പ്രധാനമായി ടി.ജി. മോഹൻദാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്നലെ അർദ്ധരാത്രി ഏതാണ്ട് 1 മണിയോടെയാണ് ടി.ജി. മോഹൻദാസുമായി സൈബർ ക്രൈം പോലീസ് സംഘം തിരുവനന്തപുരത്തെ അവരുടെ ഓഫീസിലേക്ക് എത്തിയത്. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യലൊക്കെ ഇനി വേണം നടത്താൻ. പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. രാവിലെ 11 മണിയോടെ തിരുവനന്തപുരത്തെ ACJM കോടതിയിലായിരിക്കും മോഹൻദാസിനെ ഹാജരാക്കുക. അതിന് മുന്നോടിയായി വീണ്ടും വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ ജനറൽ ആശുപത്രിയിൽ വെച്ച് തന്നെ വൈദ്യപരിശോധന നടത്താനാണ് സാധ്യത. അല്പസമയത്തിനകം മോഹൻദാസിനെ വൈദ്യപരിശോധന നടത്തുന്നതിന് വേണ്ടി പോലീസ് ട്രെയിനിങ് കോളേജിലെ സൈബർ ക്രൈം പോലീസിന്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്കിറക്കും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ഈ കേസിൽ സ്ത്രീത്വത്തെ അപമാനിക്കലടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുള്ളതിനാൽ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് ഇനി ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ഒരു കാര്യം. തീർച്ചയായും അവിടെ ഡാൻ, ഇതിപ്പോൾ BJPയും RSSും ഒന്നും തന്നെ മോഹൻദാസിനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നില്ല അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ. പക്ഷേ പോലീസ് നടപടിയിൽ BJP അടക്കം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അവധി ദിവസം കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട്, അതായത് ഈ വിദ്വേഷ പരാമർശം നടത്തിയിട്ട് ദിവസങ്ങളായി, ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടും ദിവസങ്ങളായി. പക്ഷേ അവധി ദിവസം തന്നെ ബോധപൂർവമായി തെരഞ്ഞെടുത്തുകൊണ്ട് ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ടല്ലോ. കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് അതുകൊണ്ട് തന്നെ സാധ്യത കാണുന്നുണ്ടോ ഡാൻ? പോലീസ് അത് വില കൽപ്പിക്കുന്നില്ല. കാരണം അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലല്ല, അന്വേഷണം നടന്നുകൊണ്ട് ആ അന്വേഷണത്തിൽ ഈ ടി.ജി. മോഹൻദാസിന്റെ പേരിലുള്ള യൂട്യൂബ് ചാനലായ പത്രികയിലൂടെ ഇത്തരത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെയും അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനികളെയും അപമാനിക്കുന്ന തരത്തിലുള്ള വിദ്വേഷ പ്രചാരണം നടത്തി എന്നതിൻ്റെ പ്രാഥമികമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് പരിശോധനയുടെ ഭാഗമായി കൊച്ചി മട്ടാഞ്ചേരിയിലെ മോഹൻദാസിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നത്. അവിടെ നിന്ന് മോഹൻദാസിന്റെ കമ്പ്യൂട്ടറും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണും ഉൾപ്പെടെ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് സൈബർ ഫോറൻസിക് സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത സമയം വെച്ച് ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ട അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്വാഭാവിക നടപടിയിലേക്ക് കടന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് AYF നേതാവ് നൽകിയ പരാതിയിലാണ് സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്ന സാഹചര്യമുണ്ടായത്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ അന്വേഷണത്തിലെ എല്ലാ കണ്ടെത്തലുകളും തെളിവുകളും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കും. അതുകൊണ്ട് തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പരാമർശങ്ങളായിരിക്കും ടി.ജി. മോഹൻദാസിന് ഈ കേസ് വെല്ലുവിളിയാകുമോ അതോ അദ്ദേഹത്തിന് ഒരു പുകമറ മാത്രമായി മാറുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തി. തീർച്ചയായും അവിടെ ഡാൻ സൂചിപ്പിക്കുന്ന പോലെ ഈ ഗുരുതരമായ വകുപ്പുകൾ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, കലാപാഹ്വാനം പോലെയുള്ള വകുപ്പുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ടി.ജി. മോഹൻദാസിന്റെ പ്രായം, അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഒരുപക്ഷെ കോടതിയിൽ അക്കാര്യങ്ങളായിരിക്കുമല്ലോ ടി.ജി. മോഹൻദാസും ചൂണ്ടിക്കാണിക്കാൻ സാധ്യത.
തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാരണങ്ങളും അതോടൊപ്പം അന്വേഷണവുമായി താൻ പൂർണ്ണമായി സഹകരിക്കുന്നു. അന്വേഷണ സംഘം ആവശ്യപ്പെട്ട എല്ലാ തൻ്റെ കൈവശമുള്ള സാങ്കേതിക ഉപകരണങ്ങൾ, മൊബൈലും കമ്പ്യൂട്ടറും അടക്കം എല്ലാ സംവിധാനവും അവർക്ക് കൈമാറിയിട്ടുണ്ട്. അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ വിവരങ്ങൾ കൈമാറാനോ ഒക്കെ എത്താൻ തയ്യാറാണ് എന്നുള്ള സ്വാഭാവികമായ ഈ ബെയിൽ ഒബ്ലിഗേഷൻസ് ആയിരിക്കും അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മുഖേന ACJ കോടതിയിൽ അറിയിക്കാൻ പോകുന്നത്. അതിനോട് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താകുമെന്നതാണ് അറിയാനുള്ളത്. ഇതിൽ ഈ സ്ത്രീത്വത്തെ അപമാനിക്കലെന്ന പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഈ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നതിന് കാരണം. തീർച്ചയായും നമുക്ക് FIRന്റെ പകർപ്പടക്കം ലഭ്യമായിട്ടുണ്ട്. ഡാൻ, ഇതിലിപ്പോൾ ഈ അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് അത് കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കൃത്യമായൊരു രാഷ്ട്രീയ സന്ദേശം കൂടി അതിലുണ്ട്. സർക്കാരിനെ വെല്ലുവിളിച്ചാൽ അങ്ങനെയുള്ളവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകും എന്നതാണ് ആ സന്ദേശം. അതോടൊപ്പം തന്നെ ഈ TG മോഹൻദാസിന് എതിരെ നടപടി എടുക്കുന്നില്ലേ, എന്തുകൊണ്ട് TGക്കെതിരെ നടപടിയില്ല എന്ന ചോദ്യമൊക്കെ ഏറെ നാളായി ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ പലപ്പോഴും RSSുമായി കോൺഗ്രസിനെയും സർക്കാരിനെയും ഒക്കെ ചേർത്തു വെക്കുന്ന വിമർശനം CPMന്റെ കോണുകളിൽ നിന്നുൾപ്പെടെ ഉയരുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഈ അറസ്റ്റിലൂടെ സർക്കാർ കൃത്യമായൊരു സന്ദേശം കൂടിയാണല്ലോ നൽകുന്നത്. ഡാൻ, അർജുൻ ആയങ്കിയെ പിടികൂടുന്നതിനായി വലയിലാക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അത്തരത്തിലുള്ള പരിശോധനകളെ ഊർജിതമാകുകയും ചെയ്തതിന് പിന്നാലെയാണ് ലെഫ്റ്റ് സൈബർ ഹാൻഡിലുകളിൽ TG മോഹൻദാസിന്റെ കാര്യത്തിൽ പിന്നെ എന്തുകൊണ്ടാണ് മെല്ലെപ്പൊക്കെ എന്നുള്ള വിമർശനം വ്യാപകമായി ഉയർന്നത്. ആ വിമർശനം ഒരു വശത്തേക്ക് സജീവമാകുന്നതിനിടയിലാണ് വളരെ നാടകീയമായി മട്ടാഞ്ചേരിയിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ഇന്നലെ മോഹൻദാസിനെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായി കോൺഗ്രസിനെയോ സർക്കാരിനെയോ വെട്ടിലാക്കാൻ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നൊരു ആശ്വാസത്തിലാണ് ആഭ്യന്തര വകുപ്പുള്ളത്. എന്തായാലും പോലീസ് ഇതിന് നൽകുന്ന മറുപടി അവർക്ക് ലഭിച്ച പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുന്നു. അതിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നു, പരാതികൾ ഉയർന്നു. അതിൽ അന്വേഷണം നടത്തി അർജുൻ ആയങ്കി വലയിലായി. സമാനമായ തരത്തിൽ TG മോഹൻദാസിനെതിരെ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് യുവജന സംഘടനാ നേതാവ് പരാതി നൽകി. ആ പരാതിയിൽ ഏതൊരു വ്യക്തി പരാതി നൽകുന്നു അതിലെങ്ങനെയാണോ നടപടി സ്വീകരിക്കുന്നത് അതുപോലെ പ്രാഥമിക അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്ത് ഈ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അന്വേഷണം ആരംഭിക്കുന്ന സാഹചര്യമുണ്ടായത്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനാൽ പ്രതിയാക്കുകയായിരുന്നു മോഹൻദാസിനെ. അങ്ങനെയാണ് മട്ടാഞ്ചേരിയിലെ വസതിയിൽ ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് സൈബർ ക്രൈം പോലീസ് നൽകുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനകം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി TG മോഹൻദാസിനെ പുറത്തേക്കിറക്കും പോലീസ് ട്രെയിനിങ് കോളേജിലെ സൈബർ ക്രൈം പോലീസിന്റെ ഓഫീസിൽ നിന്ന്. അതിനുശേഷമായിരിക്കും വൈദ്യപരിശോധനയോടെ പൂർത്തിയാക്കിയ ശേഷം ACJ കോടതിയിൽ ഹാജരാക്കുക. യെസ്, അതായത് പുതിയ കാലഘട്ടത്തിൽ സൈബർ ഇടത്തിൽ ആരെയും വെല്ലുവിളിക്കാം, എന്ത് അധിക്ഷേപ പരാമർശവും ആർക്കെതിരെയും നടത്താം എന്ന ഒരു സാഹചര്യം ആണ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് പറയേണ്ടത് മറ്റ് നിരവധിയായ ആളുകൾ ഇത്തരത്തിൽ അങ്ങേയറ്റം സമൂഹത്തിന് ധ്രുവീകരണം സൃഷ്ടിക്കുന്ന, മതസ്പർദ്ധ വളർത്തുന്ന, കലാപ സമാനമായ ആഹ്വാനങ്ങൾ നടത്തുന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉൾപ്പെടെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ട് താനും. അവർക്കെതിരെയും ഈ തരത്തിൽ നടപടിയെടുക്കണം എന്ന ആവശ്യവും ശക്തമാണ്.